ശബരിമല തീർത്ഥാടകരിൽ ചിലർ പന്തളം കൈപ്പുഴ കൊട്ടാരം കാണാൻ വരുന്ന പതിവുണ്ട്. അയ്യപ്പസ്വാമിയുടെ ബാല്യകാലം കൈപ്പുഴ കൊട്ടാരത്തിൽ ചെലവിട്ടു എന്നാണ് വിശ്വാസം. എട്ടുകെട്ടും നടുമുറ്റവുമുള്ള കൈപ്പുഴ കൊട്ടാരം. മണികണ്ഠൻ ബാല്യകാലം ചിലവിട്ടു എന്ന് വിശ്വസിക്കുന്ന കൈപ്പുഴ കൊട്ടാരത്തിലെ കുളവും കിണറുമെല്ലാം പഴയപടി സംരക്ഷിച്ചിരിക്കുന്നു. ശയനമുറിക്കടിയിലായിട്ടാണ് വെള്ളം വറ്റാത്ത കുളം. പാചകത്തിനുപയോഗിച്ചിരുന്ന പാത്രങ്ങളും ആട്ടുകല്ലും ഭരണികളുമെല്ലാം ഇവിടെ കാണാം. തീർത്ഥാടനകാലം തുടങ്ങുന്നതോടെ മണികണ്ഠന്റെ ഓർമ്മകൾ പുതുക്കി തീർത്ഥാടകരെത്തും. പന്ത്രണ്ടാം വയസ്സിൽ അവതാരകർമ്മം പൂർത്തിയാക്കി മണികണ്ഠൻ ശബരിമലയിലേക്ക് പോയെന്നാണ് വിശ്വാസം. യുവരാജാവായ മണികണ്ഠന് പന്തളം രാജാവ് കരുതി വച്ചിരുന്ന ആഭരണങ്ങളാണ് മകരവിളക്ക് ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. ആചാരപൂർവം ശബരിമലയിലേക്ക് പോകുന്ന തിരുവാഭരണ ഘോഷയാത്ര ചടങ്ങുകളുടെ ഭാഗമായി കൈപ്പുഴ കൊട്ടാരത്തിൽ ഇപ്പോഴും എത്തുന്നു. ഈ കൊട്ടാരത്തിൽ വലിയ തമ്പുരാട്ടി അവരുടെ അനുഗ്രഹം വാങ്ങി ആഹാരം കഴിച്ച് കോയിക്കൽ അമ്പലത്തിൽ നിന്ന് പൂജിച്ചു തന്ന വാള് വലിയ തമ്പുരാട്ടി ഏൽപ്പിക്കും ഈ രാജപ്രതിനിധി ഈ കൊട്ടാരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഒരു 18-ാം പടി പോലെ ഉണ്ട്. അതിൽ പോയി ആണ് പിന്നീട് ശബരിമലയ്ക്കുള്ള യാത്ര. കൈപ്പുഴ കൊട്ടാരത്തിന്റെ സംരക്ഷണ ചുമതല ഇപ്പോഴും കൊട്ടാരം നിർവാഹക സമിതിക്കാണ്. കൊട്ടാരത്തിന്റെ തനിമ ചോരാതെ സംരക്ഷിച്ച് സ്മാരകമാക്കാനുള്ള നീക്കം ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.